കഴുത്തിൽ അണിഞ്ഞിരുന്ന മാലയിലെ ലോക്കറ്റായി പുലിപ്പല്ല് കണ്ടെത്തിയ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയത്. അറിഞ്ഞോ അറിയാതെയോ പുലിപ്പല്ലടക്കമുള്ളവ കൈവശം വെക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും നിയമവിരുദ്ധമാണെന്ന് വനം വകുപ്പ് പറയുന്നു. ശരൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരൺ, ഹിരൺദാസ് മുരളി പറയുന്നത് ഒരു ആരാധകൻ കൊടുത്തതാണെന്നും തനിക്ക് ഈ നിയമവശങ്ങൾ അറിയില്ലായിരുന്നു എന്നുമല്ലേ? ഇനിയിപ്പോൾ ഈ വനം വകുപ്പിന്റെ നടപടികൾ അതെങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് റോഷ്നി, വെങ്കടേഷ്. എന്തായാലും വേടൻ്റെ കഷ്ടകാലം തുടരുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇന്നലെ ഈ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ അപ്പോൾ വേടൻ പ്രതീക്ഷിച്ചിരുന്നത് ഇത് 6 ഗ്രാം കഞ്ചാവ് മാത്രമാണ്, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതിനാൽ തന്നെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന വേളയിൽ കാണുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുന്നതാണ്. കാരണം ഈ പുലിപ്പല്ല്, അതായത് വേടൻ ധരിച്ചിരുന്ന മാലയിലെ പുലിപ്പല്ല്, അത് പോലീസ് പരിശോധനയ്ക്കിടയിലാണ് കണ്ടെത്തുന്നത്. അതിനുശേഷം അവർ ഈ വിവരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. അങ്ങനെയാണ് വനം വകുപ്പിൻ്റെ കോടനാട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ആ ഫ്ലാറ്റിലേക്ക് എത്തുന്നത്. തുടർന്ന് ഈ മാല വിശദമായി തന്നെ പരിശോധിച്ചു. അപ്പോൾ അത് പുലിപ്പല്ല്, യഥാർത്ഥ പുലിപ്പല്ലാണെന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തതും. തുടക്കത്തിൽ വേടൻ പറഞ്ഞിരുന്നത് ഇത് തായ്ലൻഡിൽ നിന്ന് എത്തിച്ചിരുന്നതെന്നുള്ളതാണ്. പിന്നീട് ഈ മൊഴി മാറ്റുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതായത് ഇങ്ങനെ ഒരു മൊഴി ലഭിച്ചപ്പോൾ തന്നെ വനം വകുപ്പ് പ്രധാനമായും ഇതിനെക്കുറിച്ച് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോഴേക്കും അത് തമിഴ്നാട്ടിൽ നിന്നാണ് ലഭ്യമായത്. തമിഴ്നാട്ടിലെ ഒരു ആരാധകനാണ് കൈമാറിയെന്നുള്ള വിവരം കൂടി ലഭ്യമാവുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വിശദമായി തന്നെ ചോദ്യം ചെയ്തപ്പോൾ വേടൻ അത് സമ്മതിച്ചു. തനിക്ക് തമിഴ്നാട്ടിലെ ഒരു ആരാധകനാണ് ഇത്തരത്തിൽ ഈ മാല, ഈ ലോക്കറ്റ് കൈമാറിയത്. അതിനുശേഷം തൃശ്ശൂരിലെത്തിച്ചാണ് ഇത് മാലയിൽ കോർത്തത് എന്നുള്ളതാണ് വേടൻ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് യഥാർത്ഥ പുലിപ്പല്ല് ആണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കേസെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ മൃഗത്തെ വേട്ടയാടിയതിനുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അങ്ങനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തതിന് പിന്നാലെ തന്നെ ഇന്നലെ പോലീസ് ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നതാണ് വേടനെ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തന്നെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, അതായത് കോടനാട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം വേടനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് കോടനാട് റേഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ചോദ്യം ചെയ്തത് നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ലോക്കറ്റ്, അതായത് പുലിപ്പല്ലിൻ്റെ ആ ലോക്കറ്റ് അത് വിശദമായ പരിശോധനയ്ക്ക് അയക്കാനും ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഹൈദരാബാദിലൊരു ലാബുണ്ട്, ആ ലാബിലേക്കാണ് അയക്കുക. അതിനുശേഷം വിശദമായ പരിശോധനയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. എന്തായാലും ജാമ്യമില്ല വകുപ്പായതിനാൽ തന്നെ ഇനി സ്റ്റേഷൻ ജാമ്യം എന്നുള്ളത് വേടന് ലഭിക്കില്ല. വേടനെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് റിമാൻഡിലാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ശരൺ, അതുപോലെ തന്നെ ഈ മാല ധരിച്ച പേരിനെതിരെ കേസൊക്കെ ഉണ്ട്. പക്ഷെ അത് കൈമാറിയ ആൾക്കെതിരെയും അന്വേഷണം പോകേണ്ടതല്ലേ ശരൺ? അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? വെങ്കടേഷ്, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്നലെ നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇത് കൈവശം സൂക്ഷിക്കുന്നത് മാത്രമല്ല, ഇത്തരത്തിൽ കൈമാറുന്നതടക്കം കുറ്റകരമാണ്. അതായത് പുലിപ്പല്ല് ഒരു രീതിയിലും സൂക്ഷിക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്. ഒപ്പം തന്നെ കൈമാറ്റമോ അല്ലെങ്കിൽ മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കോ ആ വിധത്തിലൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നിയമം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിലെ ആരാധകൻ, ഒരു രഞ്ജിത്ത് എന്നുള്ള ആണ് ഇത് കൈമാറിയെന്നുള്ള വിവരമാണ് വനംവകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആ തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകൻ ആയ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം കൂടി വനംവകുപ്പ് നടത്തും. അതെന്തായാലും ഇപ്പോൾ ഈ പുലിപ്പല്ല് കൈവശം വെച്ചിരുന്ന വേടൻ്റെ റിമാൻഡ് നടപടികളിലേക്ക് കടന്നതിന് ശേഷമായിരിക്കും അത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകനെ കൂടി കസ്റ്റഡി എടുക്കാനുള്ള നീക്കം നടത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലുണ്ടാകും. അതിനൊപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഈ സമാനമായ വകുപ്പുകൾ തന്നെയാണ്, അതായത് വേടനെതിരെ എന്താണോ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് അത് ഹണ്ടിങ് അടക്കമുള്ള വകുപ്പുകളാണ്. ആ വകുപ്പ് തന്നെയാണ് ഇയാൾക്കെതിരെയും വനംവകുപ്പ് ചുമത്തുക. ശരി, ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ലഹരി കേസിൽ കുരുങ്ങി നിൽക്കുമ്പോഴാണ് വേടന് മറ്റൊരു കേസ് കൂടി വേടനിൽ വന്ന് പതിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരൺ.